ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതെന്താ ഇവിടെ നിൽക്കുന്നേ? തന്നെ കാത്തുനിന്നതാ. അല്പസമയം കാത്തു നിന്നിട്ട് കണ്ടില്ലെങ്കിൽ തിരക്ക് വരാമെന്ന് കരുതി. ഇത്രയ്ക്ക് പേടിയുണ്ടോ? പിന്നെ പേടിക്കാതെ. എങ്ങോട്ടാ പോയിരിക്കുന്നേ? സുകുമാരി അമ്മ എന്ന പേരിൽ ഒരു രാക്ഷസി, പ്രിയങ്ക എന്ന പേരിൽ ഒരു കുട്ടി പിശാച്. രണ്ടുപേരും കൂടി എന്റെ ഭാര്യ ബാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയണമല്ലോ. അങ്ങനെയൊന്നും ഉണ്ടായില്ല വരുൺ. സത്യം പറഞ്ഞ പ്രിയങ്കയുടെ അവസ്ഥ കാണുമ്പോ വല്ലാത്ത വിഷമം തോന്നുന്നു. കൊച്ചുകുട്ടികളെ പോലെയാ. ഞാൻ അടുത്ത് ചെന്നാല് എന്റെ കൈ വിടില്ല. കുഞ്ഞുനാളില് പറഞ്ഞ ഓരോ കാര്യങ്ങള് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ വാരി കൊടുത്താൽ മാത്രമേ കഴിക്കൂ. സാഹചര്യം കൊണ്ട് ഒരാൾ ചിലപ്പോ അങ്ങനെയൊക്കെ ആയി പോവാം. വേണമെങ്കിൽ അങ്ങനെ അഭിനയിക്കുകയും ചെയ്യാം. വരുണൊന്നും മിണ്ടാതിരുന്നേ. അവൾ അങ്ങനെ കരുതിക്കൂട്ടി ചെയ്യുന്നൊന്നുമല്ല. എടോ, ഒരാൾക്ക് ഒരു അസുഖം വരുമ്പോഴേ അതിനെ പരിഹസിക്കാനൊന്നും ഞാനില്ല. എന്നാലും താനും നന്നായിട്ട് സൂക്ഷിച്ചോ. അനുഭവങ്ങളെ കുറച്ചൊന്നും അല്ല. തനിക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്. പക്ഷേ ചുറ്റും നിൽക്കുന്ന ഒരുപാട് പേർക്ക് തന്നോട് തീർത്താ തീരാത്ത വൈരാഗ്യമുണ്ട്. അവൾക്ക് വയ്യാത്തതുകൊണ്ട് ഞാനിങ്ങനെ കൂടെ ഇരിക്കുന്നേ ഉള്ളൂ. ഇനി അത് മാറി അവളൊരു വാക്ക് എന്നോട് സംസാരിച്ച ആ നിമിഷം എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്കറിയാം. ഞാൻ ഈ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല. പഴയ രാധികൊന്നും അല്ല ഞാൻ. പ്രത്യേകിച്ച് എനിക്ക് എന്റെ ചെറുക്കനെ കൈവിട്ട് കളയാനും പറ്റില്ല. ഇതെന്താ? ഇത് ഡ്രസ്. എന്റെ ഒരു ഫ്രണ്ടിന്റെ പാർട്ടി ഉണ്ട്. നമുക്ക് രണ്ടുപേർക്കും അവിടെ പോണം. താനേ പെട്ടെന്ന് പോയി റെഡിയാവും. പാർട്ടിയോ? ആ, പാർട്ടി. അതിനിപ്പോ എന്താ? അല്ല, എനിക്ക് അത്തരം ചടങ്ങുകളിലൊന്നും പോയി പരിചയമില്ല. എടാ, താൻ ആരാ? കണിമംഗലം വരുണിന്റെ ഭാര്യ. ഈ ആളുകൾ പറയുന്ന ദ യങ് ടാലന്റഡ് ബിസിനസ്മാൻ വരുണിന്റെ ഭാര്യ. അപ്പൊ പിന്നെ ഞാൻ പങ്കെടുക്കുന്ന പാർട്ടികളിലൊക്കെ താനും പങ്കെടുക്കേണ്ടി വരില്ലേ? എന്നാലും എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. എന്ന് പറഞ്ഞാലേ തന്നെ ഞാൻ പത്മനാഭപുരം പാലസിലേക്കൊന്നും അല്ല കൊണ്ടുപോകുന്നത്. ഇതെന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്കാ. ആറ്റുവാശ്ശേരിയും കൃഷ്ണന്റെ അമ്പലവും അതിന് തൊട്ടടുത്ത കുളവും കടവും ഒക്കെ ചേർന്നാണ് തന്റെ ഒരു ജീവിതം. എന്നാൽ ഇതൊന്നും അല്ലാതെ ഉള്ള ഒരു ജീവിതം തന്നെ മുമ്പിലുണ്ട്. അതൊക്കെ ഒന്ന് പരിചയപ്പെടണം. പെട്ടെന്നാവട്ടെ, വാ. എല്ലാം അറിഞ്ഞിട്ടാവും സൂര്യ വിളിക്കുന്നത്.